ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നാം 2024 രണ്ടാമത്തെ ക്വാർട്ടറിലായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം രണ്ടാമത്തെ പാഠമാണ്. അതിൻ്റെ തലവാചകം കേന്ദ്ര പ്രശ്നം സ്നേഹമോ സ്വാർത്ഥതയോ. ഈ ആഴ്ചയുടെ മനപ്പാഠവാക്യമായി തന്നിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടെ ഇതിൻ്റെ കർത്താവ്, അതായത് ഗ്രന്ഥകർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം യെരുശലേമിലാണെന്ന് സങ്കല്പിക്കണം. യെരുശലേമിലെ ഒരു ആട്ടിടയനായി സങ്കല്പിക്കാൻ ഗ്രന്ഥകർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ യെരുശലേം നഗരത്തിൻ്റെ നേരെ താഴ്വാരത്തിലായിട്ട് അവിടെ ഒലിവ് മലയുണ്ട്. ആ ഒലിവ് മലയിൽ ആടുകളെ മേയ്ക്കുന്ന, ആ പുൽത്തകിടികളിൽ, ആ കുന്നുകളിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനോട് നമ്മെ ഉപമിച്ചിരിക്കുന്നു. അതായത് ഒരു ആട്ടിടയനായി നാം സ്വയം സങ്കല്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ആട്ടിടയനായി നാം അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട്, ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ആട്ടിടയൻ ശ്രദ്ധിക്കുന്നു, എന്താണ് ആ ശബ്ദം. പെട്ടെന്ന് തന്നെ ആട്ടിടയന് മനസ്സിലാകുന്നു അത് മറ്റാരുടെയും ശബ്ദമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നു. അവിടെ യേശു അവരോട് പറയുകയാണ്, യെരുശലേം ദൈവാലയം എത്രയും പെട്ടെന്ന് ഇതാ നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആ ശബ്ദം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കലും അത് ശരിയായിരിക്കുമെന്ന് അത് യേശു പറഞ്ഞതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് യേശു പറഞ്ഞത്, അത് പറയാനുള്ള സാഹചര്യം എന്താണ് എന്ന് അവർ പെട്ടെന്ന് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ യേശു അവിടെ പറഞ്ഞത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്, അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ യേശു പറഞ്ഞത്. യേശു ആ ഒരു പ്രസ്താവന അവിടെ നടത്തിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം തന്നെ ആശയക്കുഴപ്പത്തിലായി. അവർ ചിന്തിക്കുന്നു, എങ്ങനെയാണ് ഈ ആലയം നശിപ്പിക്കപ്പെടുന്നത്? ഏതെങ്കിലും ഒരു പീഡനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നുവോ? എങ്ങനെയാണ് ഇത് നശിപ്പിക്കപ്പെടുന്നത് എന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ പാഠം, ഈ ആഴ്ചയിൽ നമ്മൾക്ക് പഠിക്കാനുള്ള പാഠം നമ്മുടെ വൻ പോരാട്ടം എന്ന പുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. ഈ 1ഉം 2ഉം അധ്യായം വായിച്ചതിന് ശേഷമാണ് നമുക്ക് ശരിക്കും ഈ പാഠം പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് ശരിക്കും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. സമയമുള്ളവർക്കെല്ലാം കുറച്ച് വലിയ പാഠങ്ങളാണ് ഈ വൻ പോരാട്ടത്തിൽ ഈ 1ഉം 2ഉം പാഠങ്ങൾ. അത് നിങ്ങൾക്ക് സമയം പോലെ നിങ്ങളത് പഠിക്കുക. അത് പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പാഠം നന്നായിട്ട് മനസ്സിലാവുകയും അത് എന്താണ് ദൈവം ഇവിടെ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. മത്തായി 24 അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യം പറയുകയാണ്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു അവിടെ പറയുന്നു, യെരുശലേം ദേവാലയം അത് വളരെ മനോഹരമാണ്. അതിന് തങ്ക കവാടമുണ്ട്, അതിന് ഗോപുരമുണ്ട്, അതിന് ഗോപുരാഗ്രമുണ്ട്. അതിന് മാർബിൾ കല്ലുകൾ കൊണ്ടാണ് ആ യെരുശലേം ദേവാലയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ യേശു ഇത് പറയുമ്പോൾ അങ്ങകലെ സൂര്യൻ അസ്തമിക്കുകയാണ്. ഈ സൂര്യൻ അസ്തമിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കിരണങ്ങൾ ഈ മാർബിളിലുള്ള മഞ്ഞുകണങ്ങളിൽ കൂടി ചിതറിത്തെറിക്കുന്നു. അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തന്നെ യേശു അവിടെ പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് അവിടെ പ്രവചിക്കുകയാണ്.
നമുക്ക് തുടർന്ന് പഠിക്കാം. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം തകർന്ന ഹൃദയമുള്ള രക്ഷകൻ. നാം നേരത്തെ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കണ്ടു. യേശു അവിടെ പറയുന്നു, യെരുശലേം ദൈവാലയം ഈ യഹൂദന്മാരുടെ എല്ലാം അഭിമാനമായ, അവർ പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ യെരുശലേം ദൈവാലയവും ആ നഗരവും അത് നശിപ്പിക്കപ്പെടും. യെരുശലേം ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരും എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവം വളരെ സന്തോഷത്തോടെ അല്ല പറഞ്ഞത്. അതൊരു തകർന്ന ഹൃദയത്തോടെയാണ് യേശു ആ കാര്യം പറഞ്ഞത്. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോഴും അവിടെ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 38 വരെയുള്ള വാക്യത്തിലും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എപ്രകാരം കാക്കുന്നു അതുപോലെ തന്നെ ആഴമായ സ്നേഹം യേശുവിനുണ്ട്. ആ സ്നേഹത്തിൽ ഊന്നി തന്നെയാണ് ഇത് നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം പറയുന്നു, എനിക്ക് പൂർണ്ണമായും നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് അവിടെ വിഷമത്തോടെ യേശു പറയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ചിന്തിക്കുമ്പോൾ യേശുവിന് വളരെയധികം ആഴത്തിലുള്ള സ്നേഹമുണ്ട്. പക്ഷേ ആ സ്നേഹം പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നാം ഇവിടെ നോക്കുമ്പോൾ യെരുശലേം ദേവാലയം നമുക്കറിയാം AD 70 നശിപ്പിക്കപ്പെട്ടു. ഒരു റോമൻ സൈന്യാധിപനായ ടൈറ്റസ് അവിടേക്ക് കടന്നു വരികയും ആ ദൈവാലയത്തെ നശിപ്പിക്കുകയും ചെയ്തു. ടൈറ്റസിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു ഇത് സ്വർണം കൊണ്ടാണ് ഇതിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ കല്ലുണ്ട്, ആ കല്ലിൻ്റെ ഇടയിൽ നമ്മൾ സിമൻറ്റും ചാന്തൊക്കെ വയ്ക്കുന്നത് പോലെ പണ്ടൊക്കെ മണ്ണായിരുന്നു വെച്ചിരുന്ന വീടുകളിൽ ഓരോ കല്ല് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് കുഴച്ച് വയ്ക്കുമായിരുന്നു. പിന്നെ നമ്മളത് സിമൻ്റായി. എന്നാൽ യെരുശലേം ദൈവാലയത്തിൽ സ്വർണമായിരുന്നു വച്ചിരുന്നത്. നമുക്കറിയാം ഈ സ്വർണത്തിൽ വേറെ പല ധാതുക്കൾ അതിൻ്റെ മെറ്റൽസൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും അത് കട്ടിയുള്ള ഒരു മെറ്റലായിട്ട് മാറുന്നത്. എന്നാൽ ഈ ചാന്ത് പോലെ തന്നെ വയ്ക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് സ്വർണം. അപ്പോൾ യെരുശലേം ദൈവാലയത്തിൻ്റെ എല്ലാ കല്ലുകളും യോജിപ്പിച്ച് ആ ദൈവാലയം ഉണ്ടാക്കിയത് സ്വർണം കൊണ്ടാണ്. അത് ഈ സൈന്യാധിപനായ ടൈറ്റസിനെ അറിയാം. അതുകൊണ്ട് തന്നെ തീ വച്ചാണ് നമ്മുടെ യെരുശലേം ദൈവാലയം നശിപ്പിച്ചത്. യേശു അന്ന് യെരുശലേം ദൈവാലയം നശിപ്പിക്കും എന്ന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കുവാൻ സാധിക്കില്ല. അതങ്ങനെ ഇത്ര മനോഹരമായി പണിതിരിക്കുന്ന ദൈവാലയം എങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാൻ നശിക്കും എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രവചനം AD 70 നടക്കുകയും ആ നഗരം മുഴുവനായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ യേശു അതിനു മുമ്പ് തന്നെ സൂചനകൾ കൊടുത്തിരുന്നു. പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ എന്തായാലും എന്നെ അനുഗമിക്കുന്നവർ എന്തായാലും തന്നെയും അവിടെ രക്ഷപ്പെട്ട് ഓടുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കും. ആ സാഹചര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. റോമൻ സൈന്യാധിപനായ ടൈറ്റസ് അവിടെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു സൂചന ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചു. എന്നാൽ യഹൂദന്മാരായിരുന്നു 70% യഹൂദന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ യഹൂദന്മാർ വിശ്വസിച്ചില്ല, നശിക്കപ്പെടുമെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചില്ല. എന്നാൽ ക്രിസ്ത്യാനികൾക്കറിയാം പ്രവചനം സത്യമാണ്, പ്രവചനം നടപ്പാവുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അവർ ആ കൃത്യസമയത്ത് അവർ രക്ഷപ്പെടുകയും ഒരു ക്രിസ്ത്യാനി പോലും മരണപ്പെടുവാൻ അവിടെ ഇടയായില്ല. എന്നാൽ ബാക്കി അനേകർ കഴുത്തറുത്തും മറ്റ് പല രീതിയിലും അവിടെ
കൊല്ലപ്പെടുന്നു. മത്തായി 24 അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ഈ മുന്നറിയിപ്പ് ക്രിസ്ത്യാനികൾ ശരിയായി ഗ്രഹിക്കുകയും അങ്ങനെ അവർ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അങ്ങനെ അവർ കൃത്യസമയത്ത് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഈ അന്ത്യകാലത്ത് നമുക്കും ഓരോരോ പ്രവചനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവചനങ്ങളെ നാം ആഴമായി പഠിക്കുന്നുണ്ടോ? ഈ പ്രവചനങ്ങളെ തീർച്ചയായും നാം ആഴമായി പഠിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയും വേണം. നമ്മുടെ ആദ്യകാല ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുകയും പൂർണ്ണമായി ഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് ആ യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് ജീവഹാനി, ഒരു ക്രിസ്ത്യാനിക്കും ജീവഹാനി വന്നില്ല. അതുപോലെ തന്നെ നാം അന്ത്യകാലത്തും നമുക്കും നമ്മുടെ ദൈവം തന്നിരിക്കുന്ന പ്രവചനങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. അതിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അങ്ങനെ ഈ വരുന്ന ആ ദുഷ്ടകാലത്ത്, അതായത് ഇനി വരുന്ന പീഡനകാലത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് മറികടക്കുവാനും ദൈവത്തിൻ്റെ ഭാഗത്തായിരിക്കുവാനും സാധിക്കും. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം: ക്രിസ്ത്യാനികൾ ദൈവാനുകൂല്യത്താൽ സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ആ യെരുശലേം ദൈവാലയം നശിക്കപ്പെട്ടപ്പോൾ സംരക്ഷിക്കപ്പെട്ടത്, അവർക്ക് അവിടെ ജീവഹാനി വരാത്തത് എന്നതിനെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും അവിടെ ദൈവത്തിൻ്റെ കരുണയും കൃപയും കരുതലും മുന്നറിവും എല്ലാം അവിടെ വെളിപ്പെട്ടു. സെസ്റ്റിയസ് ഗാലസും റോമൻ സൈന്യവും നഗരം വളഞ്ഞു. അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിൽ അവരുടെ ആക്രമണം ആസന്നമാണെന്ന് തോന്നിയപ്പോൾ അവർ ഉടനെ തന്നെ പിൻവാങ്ങി. യഹൂദ സൈന്യം അവരെ പിന്തുടരുകയും വലിയ വിജയം നേടുകയും ചെയ്തു. അങ്ങനെ റോമൻ സൈന്യം പലായനം ചെയ്യുകയും യഹൂദർ പിന്തുടരുകയും ചെയ്തതോടെ യെരുശലേമിലെ ക്രിസ്ത്യാനികൾ യോർദാൻ നദിക്കപ്പുറമുള്ള പെരിയയിലെ പെല്ലക്കിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ അവർ രക്ഷപ്പെടുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട അടയാളം കാത്തിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ നൽകപ്പെട്ടു. രക്ഷകൻ്റെ മുന്നറിയിപ്പ് അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവസരങ്ങൾ നമുക്ക് വാഗ്ദാനമായിട്ട് ദൈവം തന്നിട്ടുണ്ട്. യഹൂദന്മാരോ റോമാക്കാരോ ക്രിസ്ത്യാനികളോ എന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. ശരിക്കും ദൈവം ആ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പക്ഷേ ക്രിസ്ത്യാനികൾ മാത്രമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ആയി മാറിയത്. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം: ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ മഹത്തായ വാഗ്ദത്തങ്ങളൊക്കെയാണ് നമ്മെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാഗ്ദത്തങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അത് പാലിക്കപ്പെടുകയും അത് അവർക്ക് സഹായമായി തീരുകയും ചെയ്തു. സങ്കീർത്തനങ്ങൾ 46:1 പറയുന്നത്: ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും നമുക്ക് ഏറ്റവും അടുത്ത തുണയുമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഇവിടെ വളരെ പ്രധാനം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം ഈ പ്രവചനങ്ങൾ പഠിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും അത് നമ്മൾ ആ കാര്യം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് നമ്മൾ ചെയ്യുകയും വേണം. അത് ഫലത്തിൽ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം.
എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള നമ്മുടെ പോരാട്ടത്തിൻ്റെ കഥകളാണ്. അതായത് ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പ്രവചനം 2 അധ്യായം അതിൻ്റെ 10 വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നാം മരണപര്യന്തം വിശ്വസ്തരായിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്നാൽ ഈ സാത്താൻ എപ്പോഴും നമ്മെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവം ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല, സ്നേഹമില്ലാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. കൊല ചെയ്യുന്ന ദൈവമാണുള്ളത്, രോഗങ്ങൾ വരുത്തുന്ന ദൈവമാണുള്ളത്. അങ്ങനെ ഓരോ വഞ്ചന സാത്താൻ എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ വഞ്ചനയിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകുവാൻ പാടില്ല. നാം തിരുവചന സത്യങ്ങൾ, പ്രവചനങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുവിൻ്റെ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഈ ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവിടെ എങ്ങനെ പ്രവചനത്തിൽ വിശ്വസിച്ച് അവർ ആ നാശത്തിൽ നിന്ന് വിടുവിച്ചുവോ, ദൈവം വിടുവിച്ചുവോ, ആ കൃത്യസമയത്ത് അവർക്ക് ആ യോർദാൻ നദിക്കപ്പുറമുള്ള പെരിയയിലെ പെല്ലക്കിലേക്ക് പലായനം ചെയ്യുവാൻ സാധിച്ചുവോ, അതുപോലെ തന്നെ ഈ അന്ത്യനാളുകളിൽ വരുന്ന പീഡനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അതിനെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം പീഡനങ്ങൾക്കിടയിലും വിശ്വസ്തൻ. നമുക്ക് ഇത്രയും 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി, അനേകം പീഡനങ്ങൾ ക്രിസ്ത്യാനികൾ സഹിക്കേണ്ടതായിട്ട് വന്നു. ഈ പീഡനങ്ങൾക്കിടയിലും അന്നത്തെ ക്രിസ്ത്യാനികൾ വളരെ വിശ്വസ്തരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:44 പറയുന്നു, അവിടെ പത്രോസ് 3000 പേരെ സ്നാനപ്പെടുത്തി. അതുപോലെ തന്നെ 4 അധ്യായം അതിൻ്റെ 4 മുതൽ 4:31 ഒക്കെ പറയുന്നത് അവിടെ ആ പരിശുദ്ധാത്മാവ് അവിടെ നിറയുകയും അവിടെ വലിയൊരു കുലുക്കം അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ്. അതുപോലെ 5:42 പറയുന്നു, അവർ വീട് തോറും ഈ ഉപദേശം, യേശുവിൻ്റെ ഈ സത്യം, ഈ സുവിശേഷം അവർ വീട് തോറും കയറി ഇറങ്ങി എല്ലാവരിലേക്കും എത്തിച്ചു എന്ന് പറയുന്നു. അതുപോലെ 8 അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെ പറയുന്നു, അവർ ശിഷ്യന്മാർ എല്ലാവരും യേശു എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ അവരും പ്രവർത്തിച്ചു. അവരെല്ലാവരും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ട് അവർ പലയിടങ്ങളിലും ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലത്തും ഇപ്പോൾ എവിടെയൊക്കെ സുവിശേഷം അവരെത്തിച്ച അത്രയും ശരിക്കും അതിന് ശേഷമുള്ളവർ എത്തിച്ചിട്ടില്ല. അവർ ലോകമെമ്പാടും പോയി എല്ലായിടത്തും അവർ സുവിശേഷം അറിയിച്ചു. അതുപോലെ തന്നെ ഈ ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം അവർക്ക് പല പല പീഡനങ്ങളും നേരിടേണ്ടതായിട്ട് വന്നു. അവർക്ക് ഭീഷണി നേരിടേണ്ടതായിട്ട് വന്നു, തടവ് നേരിടേണ്ടതായിട്ട് വന്നു, അതുപോലെ തന്നെ പീഡനം അവരെ ചിതറിച്ച് കളഞ്ഞു, പല പല ഭാഗത്തായിട്ട് ചിതറിച്ച് കളഞ്ഞു. അതുപോലെ മരണം, സ്തേഫാനോസിനെ കൊല്ലുന്നു, ആ മരണം അവിടെ നേരിടേണ്ടതായിട്ട് അവർക്ക് വരുന്നു. അതുപോലെ തന്നെ ഹെരോദ രാജാവ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവിടെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ശിഷ്യൻ, യേശുവിൻ്റെ ശിഷ്യൻ കൊല്ലപ്പെടുന്നു. അങ്ങനെ പല പല പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. നരകത്തിൻ്റെ കൊത്തളങ്ങൾ കുലുങ്ങി എന്നിവിടെ പറഞ്ഞു. സാത്താൻ്റെ ചങ്ങലകൾ തകർന്നു.
ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ ശക്തിക്ക് മുന്നിൽ വിജാതീയ അന്ധവിശ്വാസങ്ങൾ തകർന്നു. അതിശക്തമായ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സുവിശേഷം വിജയിച്ചു. അങ്ങനെ എത്ര പ്രതിസന്ധികളുണ്ടായിട്ടും ഈ സുവിശേഷം അവിടെ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യർ 1:23 പ്രകാരം വായിക്കുന്നു: ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലൂസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് അവർ മാറുകയുണ്ടായി. അതുപോലെ തന്നെ ശിഷ്യന്മാരിൽ അവസാനത്തെ ആളായ യോഹന്നാൻ ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മരണമടയുകയാണ്. ഇവിടെ അതിനുശേഷം ഒരു AD 110 ആയപ്പോൾ അവിടെ വേറൊരു പീഡനത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ആ പീഡനത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ന്യൂയോർക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2014 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമുണ്ട്. അതിൽ ഹെൻറി ബെറ്റൻസൺ ക്രിസ്ത്യൻ ചർച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന പുസ്തകത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആധുനിക തുർക്കിയിൽ അതിൻ്റെ തന്നെ വടക്കൻ തീരത്ത്, അതായത് റോമൻ പ്രവിശ്യയിൽ ബിത്നിയ എന്നൊരു സ്ഥലമുണ്ട്. ഈ ബിത്നിയയിലെ ഗവർണർ എന്ന് പറഞ്ഞാൽ പ്ലീനി ദ യങ്ങർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പ്ലീനി ദി യങ്ങർ അവിടുത്തെ ട്രോജൻ ചക്രവർത്തിക്ക് ഒരു എഴുത്തെഴുതുകയാണ്. ഈ AD 110 എന്ന് പറയുമ്പോൾ ശരിക്കും യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് 80 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് എഴുത്തെഴുതിയിട്ട് പറയുകയാണ്, ക്രിസ്ത്യാനികൾ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും, കുട്ടികളും സ്ത്രീകളും എല്ലാവരും അടങ്ങുന്ന കുടുംബങ്ങളും എല്ലാം ക്രിസ്ത്യാനികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സുവിശേഷം, ഈ ക്രിസ്ത്യാനിത്വം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെറിയ ചെറിയ ജില്ലകളിൽ പോലും ഇത് വ്യാപിക്കുന്നു പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനികളെല്ലാവരും കൊന്നൊടുക്കുക എന്നൊരു എഴുത്താണ് അവിടെ ട്രോജൻ രാജാവിന് ഈ പ്ലീനി ദ യങ്ങർ എന്ന ഗവർണർ അയച്ചത്. അങ്ങനെയുള്ള പീഡന ആ ഒരു സമയം എല്ലാം അനേകം പീഡനങ്ങൾ നേരിട്ടു. അപ്പോൾ പോലും അതെല്ലാം തരണം ചെയ്തു ക്രിസ്ത്യാനികൾ. അതെല്ലാം അങ്ങനെയുള്ള പീഡനങ്ങളെല്ലാം തന്നെ തരണം ചെയ്തു. എന്നാൽ നാം ഈ കാലത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു പീഡനവും ഇല്ല, അല്ലേ? പീഡനം ചിലതൊക്കെ ചെറിയ ചെറിയ തോതിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ അത്ര വലിയ പീഡനമൊന്നും നമുക്കിപ്പോൾ സഹിക്കാനില്ല, നമ്മൾ സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം നാം തക്കത്തിൽ വിനിയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ പല രീതിയിൽ നമുക്ക് സുവിശേഷം ചെയ്യുവാൻ സാധിക്കും. പാസ്റ്റർമാർ പ്രസംഗം വഴി ഓരോരോ സഭയിൽ പോയി, അതുപോലെ തന്നെ കൺവെൻഷനുകൾ വെച്ച് എഫേർട്ട് മീറ്റിങ്ങുകൾ ഇപ്പോൾ നമുക്ക് 3 മാസമൊന്നും സാധിക്കുന്നില്ല. എന്നാൽ ചെറിയ ചെറിയ 10 ദിവസത്തെ കൺവെൻഷനുകൾ നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം വിത്തുകൾ പാകുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രന്ഥസുവിശേഷം നമുക്ക് ചെയ്യാം. അനേകം ഗ്രന്ഥങ്ങൾ, ശരിക്കും അഡ്വൻറ്റിസ്റ്റ് സഭയിൽ അനേകം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്, പുസ്തകങ്ങൾ അനേകമുണ്ട്. അതെല്ലാം നമുക്ക് കൊടുക്കുക വഴി നല്ലൊരു സുവിശേഷം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കവലപ്രസംഗങ്ങൾ നടത്താം. കവലപ്രസംഗങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തും, എല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ പ്രാർത്ഥനകൾ വെച്ച്, ചെറിയ കൺവെൻഷനുകൾ വെച്ച് നമുക്ക് നടത്താം. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് വഴി, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ യൂട്യൂബ് വഴി നമുക്ക് പ്രസംഗങ്ങളും ഇതുപോലുള്ള ശബത്ത് സ്കൂൾ പാഠങ്ങളും ഒക്കെ നമുക്ക് സംപ്രേക്ഷണം ചെയ്യാം. അതുപോലെ ബൈബിൾ സ്റ്റഡികൾ നടത്താം. ഓരോ ശബത്ത് സ്കൂൾ ക്ലാസ്സുകാർക്കും ഉച്ച കഴിഞ്ഞ് അവർക്ക് ഓരോരോ ബൈബിൾ സ്റ്റഡി സെൻറ്റേഴ്സ്, അതായത് ഓരോരോ സ്ഥലം അവർക്ക് കണ്ടുപിടിച്ചിരിക്കും, അവർക്ക് ബൈബിൾ സ്റ്റഡി കൊടുക്കാം. അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മടിച്ചിരിക്കാതെ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇപ്പോൾ പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. സൂര്യ വെളിച്ചമുള്ളപ്പോൾ തന്നെ നമ്മൾ കൊയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ ആ
നല്ലൊരു സമയം മറ്റ് ക്രിസ്ത്യാനികൾ നേരിടുന്ന ആ സമയം പോലെയുള്ള പീഡനം നമുക്കില്ല. അതുകൊണ്ട് ഈ നല്ല സമയത്ത് നമ്മൾ സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം കരുതൽ സമൂഹത്തിന് വേണ്ടി. നാം ഈ ഭാഗത്ത് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പേർ സ്നാനപ്പെട്ടത്. ഈ പീഡനത്തിൻ്റെ ഇടയ്ക്കും ആദ്യം 3000 പേർ പത്രോസ് സ്നാനപ്പെടുത്തുന്നു, പിന്നെ 5000 പുരുഷന്മാരെ സ്നാനപ്പെടുത്തുന്നു. അങ്ങനെ എത്ര പീഡനങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നുവെങ്കിൽ തന്നെയും അവർ ആ പീഡനമെല്ലാം മറികടന്നുകൊണ്ട് അവർ വലിയ വേല ദൈവത്തിന് വേണ്ടി ആ നൂറ്റാണ്ടിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ സാധിച്ചതെന്നുള്ളതിൻ്റെ കാരണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിലെ അംഗങ്ങൾ സുവിശേഷം പ്രസംഗിച്ചത് മാത്രമല്ല, അവർ അത് സുവിശേഷത്തിൽ ജീവിക്കുക കൂടി ചെയ്തു. അവർ സുവിശേഷം വെറും പ്രസംഗിക്കുക മാത്രമല്ല, അവരെന്താണോ പ്രസംഗിച്ചത് അത് തന്നെ അവർ ജീവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യേശുവിന് നാം നോക്കുമ്പോൾ ആഴമായ കരുതലുണ്ടായിരുന്നു. ഓരോരുത്തരെയും അവർക്ക് എന്താണ് പ്രശ്നം, അവർക്ക് സാമ്പത്തികമായ പ്രശ്നമാണോ, അവർക്ക് സൗഖ്യം ലഭിക്കേണ്ടതുള്ളതാണോ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നം, ഒരു പ്രശ്നം നേരിട്ടാലും അതെല്ലാം പരിഹരിച്ചു കൊണ്ടാണ് യേശു മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആഴമായ സ്നേഹം, യേശുവിൻ്റെ ആഴമായ സ്നേഹം ഈ ആദിമ ക്രിസ്ത്യാനികളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമായിരുന്നു. ഈ നിസ്വാർത്ഥ സ്നേഹം ആണ് തീർച്ചയായിട്ടും അനേകം പേരെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കുവാൻ അവർക്ക് സാധിച്ചത്. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെ നാം കാണുന്നത് എന്താണ്? എല്ലാവരും ഒരുമനപ്പെട്ട്, ആർക്കും എൻ്റേതെന്നില്ല, എല്ലാവരുടേതും എന്നുള്ളത് ഒരു എല്ലാം പൊതുവായിട്ട് എണ്ണിയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പേരെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ 3-ാം അധ്യായം 6 മുതൽ 9 വരെ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നു, അവിടെ പത്രോസ് അനേകം പേരെ സൗഖ്യമാക്കി. എനിക്ക് തരാൻ വേറെ ഒന്നുമില്ല, ഞാൻ നിനക്ക് സൗഖ്യം തരുന്നു എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 6-ാം അധ്യായം 1 മുതൽ 7 വരെ നാം നോക്കുമ്പോൾ അവിടെ ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് മാത്രം സാധിക്കില്ല. അവിടെ 7 പേരെ അവിടെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെയുള്ള മാർഗങ്ങളും അവർ സ്വീകരിച്ചു. ആ 7 പേര് അടുത്തുള്ളവരടുത്ത് സുവിശേഷം പറയുക. അങ്ങനെ ക്രിസ്ത്യാനിത്വം വളരെ പെട്ടെന്ന് അവിടെ വളരുവാൻ തുടങ്ങി. എന്നാൽ ഇവിടെ നാം നോക്കുമ്പോൾ ഈ നല്ലൊരു പ്രതിച്ഛായ ശരിക്കും അപ്പോൾ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. ഈ പ്രതിച്ഛായ നശിപ്പിക്കുവാൻ വേണ്ടി ഈ കള്ളനായ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിൽ ശ്രമിച്ചു. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ വരുന്നത് എന്തിനാണ്? മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിക്കുവാനുമാണ്. സാത്താൻ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ദൈവം നമ്മിലായിരിക്കുന്നത്. അതായത് ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ജീവൻ കൊടുക്കുവാനാണ് ദൈവം ശ്രമിക്കുന്നത്. ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ദൈവം ശ്രമിക്കുന്നത്. ശാരീരികമായി ആരോഗ്യമുള്ളവരും മാനസികമായി നാം ഉണർന്നിരിക്കുന്നവരും വൈകാരികമായി സ്ഥിരതയുള്ളവരും ആത്മീയമായി പൂർണ്ണതയുള്ളവരും ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി 24-ാം അധ്യായവും ലൂക്കോസ് 21-ാം അധ്യായത്തിൽ നേരത്തെ കണ്ടു. പ്രവചനങ്ങൾ, അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ.
അവിടെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നാം എപ്പോഴും മനസ്സിൽ കരുതുക. കാരണം സാത്താൻ അവസാന നാളുകളിൽ നമ്മളെ വഞ്ചിക്കുവാൻ നോക്കും. എന്നാൽ ആ വഞ്ചനയിലൊന്നും നാം പെട്ടുപോകാൻ പാടില്ല. സാത്താൻ എങ്ങനെയെങ്കിലും അവൻ്റെ ഭാഗത്ത് ആൾക്കാരെ കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൻ പറയും, ദൈവം എല്ലാവരും കൊല്ലുന്നു, രോഗികളാക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഈ ഇടയ്ക്ക് നമ്മൾ വാർത്തയിൽ കണ്ടു ബ്ലാക്ക് മാജിക്, അതായത് ആയുർവേദ ഡോക്ടേഴ്സാണ് അവർ, ദമ്പതികളും വേറൊരു യുവതിയുമുണ്ട്. അപ്പോൾ ഇവരെ ബ്ലാക്ക് മാജിക്കിലൂടെ ആ സാത്താൻ അവരുടെ വശത്താക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അനേകം കൊച്ചു കുട്ടികൾ വരെ പണ്ട് നമ്മൾ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ബാലരമയല്ല പൂമ്പാറ്റയാണ്. അപ്പോൾ പൂമ്പാറ്റയിൽ നമ്മൾ നോക്കുമ്പോൾ പല പല മൃഗങ്ങളുടെയൊക്കെ കബീഷ്, അങ്ങനെ കുറേ പലർക്കും നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ കബീഷിൻ്റെയൊക്കെ കഥയാണ് ആദ്യമേ പൂമ്പാറ്റയിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ബാലരമയിൽ വന്നപ്പോൾ, ബാലരമയിലും ആദ്യം കബീഷൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു കഥാപാത്രം വന്നു, അത് മറ്റാരുമല്ല, മായാവി. അപ്പോൾ ഈ മായാവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മായാവി ഒരു സാത്താനാണെന്ന് ആർക്കും അറിയില്ല. അത് ഞാനും അത് പൂമ്പാറ്റ പിന്നെ ഒരു നിർത്തലാക്കി, പിന്നെ ബാലരമ മാത്രമേ ഉള്ളൂ. ഈ ബാലരമയിൽ അത് മായാവി എന്ന് പറഞ്ഞാൽ രാജുവിനെയും രാധയും രക്ഷിക്കുന്ന ഒരു സാത്താനാണ്. ശരിക്കും ആ മായാവിക്ക് 2 കൊമ്പുണ്ടായിരുന്നു, വലിയ പല്ലുകളുണ്ടായിരുന്നു, കോമ്പല്ല് വലുതായിരുന്നു. ഇതൊന്നും പക്ഷേ ആ രാജുവിനെയും രാധയും രക്ഷിക്കും, വിളിച്ചാൽ ഉടനെ വരും എന്നൊക്കെ ഉള്ള ഒരു ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്കെല്ലാം ഈ മായാവിയോട് ഭയങ്കര സ്നേഹമായിരുന്നാൽ വേറൊരു സാത്താനുണ്ട്, അത് ലുട്ടാപ്പി. അപ്പോൾ ഈ ലുട്ടാപ്പിയോടൊരു വെറുപ്പുണ്ടെങ്കിലും പക്ഷേ മായാവിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ തന്നെ, പക്ഷേ ഇപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നത്, ശരിക്കും ഈ മായാവി എന്നുള്ളത് ഒരു സാത്താനെ പ്രതിനിധീകരിച്ച് അവർ ആരാണിത് കഥ തുടങ്ങിയതെന്നറിയില്ല. പക്ഷേ കുട്ടികളുടെ ഉള്ളിൽ അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മായാവി, നന്മ ചെയ്യുന്ന സാത്താൻ. അപ്പോൾ ഒരിക്കലും സാത്താൻ ഒരിക്കലും നന്മ ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈ ദമ്പതികളെയും ആ യുവതിയൊക്കെ നശിപ്പിച്ചതും എല്ലാം ആ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികളോ നമ്മളോ ഈ ബ്ലാക്ക് മാജിക്കിൽ പെടുവാൻ ഇടയാകരുത്. ഇപ്പോഴെങ്കിലും നാം തിരിച്ചറിയണം. നാം പലപ്പോഴും ഈ കഥകളിലൂടെ എല്ലാം വായിച്ചത് അത് സാത്താനായിരുന്നു. അത് സാത്താൻ്റെ വശത്തേക്ക് നാം പോകുവാൻ ഒരിക്കലും, അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് ശരിക്കും. ആദ്യം സാത്താൻ ഭയങ്കര പീഡനം നമുക്ക് തരും, പിന്നെ സാത്താൻ ഒരു അനുനയത്തിലൂടെ സാത്താൻ ഇത് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മെ സാത്താൻ്റെ വശത്താക്കാൻ നോക്കും. ഒരിക്കലും അതിലൊന്നും നാം പെട്ടുപോകാൻ പാടില്ല. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം സ്നേഹത്തിൻ്റെ ഒരു പൈതൃകം. ഇവിടെ യോഹന്നാൻ 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 21-ാം വാക്യം. അതിൽ 21 മലയാളത്തിലില്ല, 20-ാം വാക്യം തൊട്ട് വായിക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്. നാം സ്നേഹിക്കുന്ന ആരെയൊക്കെ സ്നേഹിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നാം കാണുന്ന സഹോദരൻ നമുക്ക് സ്നേഹിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിലുള്ളവരെ, നമ്മുടെ കൂട്ടുജോലിക്കാരെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ, നമ്മുടെ ചുറ്റുമുള്ളവരെ നാം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെയും സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ആദ്യ നൂറ്റാണ്ടുകളിൽ ഏകദേശം AD 160-ലും AD 260-ലുമൊക്കെയായി ഒരു മഹാമാരി പടർന്നു. അതായത് പ്ലേഗ് നോക്കുമ്പോൾ ഒരു ബാക്ടീരിയ പരത്തുന്ന ഒരു അസുഖമാണ്. അത് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയാം ആ ബാക്ടീരിയയുടെ പേര്.
അപ്പോൾ ഈ ബാക്ടീരിയ പരത്തുന്ന ഈ അസുഖം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരിലും വ്യാപിക്കുകയും അത് പടർന്നു പിടിച്ച് അനേകർ മരിക്കുകയും ചെയ്തു. ചില ഇടങ്ങളിൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട്. ഒരു പട്ടണങ്ങളിൽ അനേകരെ അത് ബാധിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ 10,000-കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഒരു മഹാമാരിയാണ് പ്ലേഗ്. ഈ പ്ലേഗിൻ്റെ സമയത്ത് ഈ ക്രിസ്ത്യാനികൾ മുന്നിട്ടിറങ്ങി എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. എല്ലാവരെയും അവർ ആശുപത്രികളിലെത്തിക്കുന്ന, അഭയകേന്ദ്രങ്ങളിലെത്തിക്കുന്ന, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാനും എന്ത് സഹായം വേണമെങ്കിലും ക്രിസ്ത്യാനികൾ മുന്നിട്ടിറങ്ങി. അത് വളരെയധികം ഒരു സ്വാധീനം ചെലുത്തുകയുണ്ടായി. അങ്ങനെ ഈ ക്രിസ്ത്യാനികൾ ഏറ്റവും നല്ല ആൾക്കാരാണ്, സ്നേഹമുള്ളവരാണ്, സഹകരണമുള്ളവരാണെന്നുള്ളൊരു ഫീലിംഗ്, ഒരു ധ്വനി എല്ലാവരിലും എത്തുകയും അങ്ങനെ ഈ ക്രിസ്ത്യാനിത്വം വളരെ പെട്ടെന്ന് പടരുകയും ചെയ്തു. അങ്ങനെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സുമാരുടെ ഒരു സമൂഹം തന്നെ അവിടെ പ്രവർത്തിക്കുകയും അങ്ങനെ അനേകരെ രക്ഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ AD 260 ഈ സമയത്ത് തന്നെ ഡയോഗ്നീഷ്യസ് ഒരു നീണ്ട ആദരാഞ്ജലി അവിടെ അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്ത്യാനികൾ ഇത് ചെയ്ത ഒരു വീരോചിത പ്രവൃത്തിയായിട്ടത് കണക്കാക്കുകയും വലിയൊരു ആദരാഞ്ജലി ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു കത്തെഴുതി ആ കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തങ്ങളെപ്പറ്റി ചിന്തിക്കാതെ, സ്വയത്തെപ്പറ്റി ചിന്തിക്കാതെ അവർ സേവനം ചെയ്തു. അവരോടൊപ്പം തന്നെ സന്തുഷ്ടമായി ശാന്തമായി അനേകം ക്രിസ്ത്യാനികളുടെ ജീവനും വിട്ടുപോയി. കാരണം ശുശ്രൂഷിക്ക വഴി അനേകരുടെ ജീവനും നഷ്ടപ്പെട്ടു. ക്രിസ്ത്യാനികളുടെയും അനേകർ ഇതിൽ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ പലരും അവരുടെ അയൽവാസികളുടെ രോഗം സ്വയം വരിക്കുകയും അവരുടെ വേദനകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. നാമും ഈ കാലയളവിൽ നാം കണ്ടതാണല്ലേ. കാരണം 2 മഹാമാരി നമുക്ക് വന്നു. 2018-ലും 2019-ലും മഹാമാരി ജലപ്രളയം നമുക്ക് വന്നു. 2018 ജലപ്രളയത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ സഹകരിച്ചു. ബോട്ടുകളുണ്ടായിരുന്ന മീൻപിടുത്തക്കാർ, അവർക്ക് ബോട്ടുകളുണ്ടായിരുന്നു. ആ ബോട്ടുകൾ കൊണ്ടുവന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ, ആരും പറയാതെ തന്നെ ഒത്തൊരുമയോടെ അവരുടെ സ്നേഹം അവിടെ നമുക്ക് കാണുവാനിടയായി. അവരുടെ മുതുകിൽ ചവിട്ടിയാണ് പലരും രക്ഷപ്പെട്ടതും എല്ലാം. അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ 2ാമത്തെ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ അത് സഹകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്തും അനേകരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും അതിനെ ഒന്നിച്ചത് മാറ്റുവാനും ഒരു ശ്രമം നടത്തുകയുണ്ടായി. ആരൊക്കെ അസുഖമായിട്ട് കിടന്നവർക്ക് സംരക്ഷണം കൊടുക്കുവാനും, ആഹാരം സാധനങ്ങൾ കൊണ്ടെത്തിക്കുവാനും, അവർക്ക് വേണ്ട മരുന്നുകൾ കൊണ്ടെത്തിക്കുവാനും എല്ലാവരും പരസ്പരം സഹായിച്ചു. അതുപോലെ തന്നെ നാമും ഈ പീഡന സമയത്ത്, പീഡനം നമുക്ക് വരുന്ന സാഹചര്യത്തിൽ നാം ഒത്തൊരുമയോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. ആ ഒത്തൊരുമയിലൂടെ നമുക്ക് അനേകരെ നേടുവാനും നമ്മെ തന്നെ രക്ഷിക്കുവാനും സാധിക്കും. അതിനെ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. കൂടുതൽ പഠനത്തിന് ഇവിടെ സുവിശേഷം പെട്ടെന്ന് തന്നെ പ്രചരിക്കുകയാണ്. അങ്ങനെ യേശുവിൻ്റെ അനുയായികളുടെ, അതായത് ക്രിസ്ത്യാനികളുടെ എണ്ണം അവിടെ വർദ്ധിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ പലരും അഴിച്ചു വിട്ടുവെങ്കിൽ തന്നെയും എത്രത്തോളം പീഡനം അഴിച്ചു വിട്ടു അത്രത്തോളം ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പീഡിപ്പിക്കാം, അപലപിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഞങ്ങളുടെ എണ്ണം വർദ്ധിച്ചു തന്നെ വരും. എത്ര തവണ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നോ അത്രയധികം ഞങ്ങൾ വളരും. ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചൊരിയുന്ന ഓരോ തുള്ളി രക്തവും ഓരോ വിത്തായിട്ട്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിത്തായിട്ടാണ് അത് മാറുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ അനേകം പേർ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്തു. അത് ഇവിടെ നമുക്ക് എലൻ ജി വൈറ്റ്,
ദി ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിലെ 47-ാം പേജിൽ പറഞ്ഞിരിക്കുന്നത്, നീതിമാന്മാരെ ദുഷ്ടന്മാരാൽ പീഡിപ്പിക്കപ്പെടുവാൻ ദൈവകൃപ അനുവദിക്കുന്നു. ഇത് വിശ്വാസത്തിൽ ദുർബലരായ പലരും വലിയ ആശയക്കുഴപ്പത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ചിലർ ദൈവത്തിലുള്ള വിശ്വാസം പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. കാരണം ദൈവം മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടനെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും നല്ലവനും ശുദ്ധനും അവരുടെ ക്രൂരമായ ശക്തിയാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നീതിയും കരുണയും അനന്തമായ അധികാരവുമുള്ള ഒരാൾക്ക് അത്തരം അനീതിയും അടിച്ചമർത്തലും സഹിക്കുവാൻ കഴിയുമോ? നമുക്ക് ഇത്തരണത്തിലൊന്നും ചെയ്യുവാനാവില്ല. നമുക്ക് ദൈവം നമുക്ക് അവൻ്റെ സ്നേഹത്തിൻ്റെ മതിയായ തെളിവുകൾ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ള തെളിവുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. ആ സ്നേഹത്തിൻ്റെ തെളിവുകൾ നാം ഓർത്തുകൊണ്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല സന്ദേശം, ഈ സുവിശേഷം നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, പീഡനം എന്ത് മൂല്യമാണ് നൽകുന്നത്? പീഡനം വഴി നമുക്ക് എന്താണ് നൽകുന്നത്? കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജമാണ് ശരിക്കും പീഡനം വഴി അത് നൽകുന്നത്. നമ്മൾ ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അടുത്തത്, ചില സമയങ്ങളിൽ പീഡിപ്പിക്കപ്പെടുവാൻ ദൈവം തൻ്റെ ജനത്തെ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? ചില സമയങ്ങളിൽ പീഡിപ്പിക്കാൻ ദൈവം അനുവദിക്കും. കാരണം പീഡനം വരുമ്പോഴാണ് നമുക്ക് ഒത്തൊരുമയുള്ളത്, സഹായിക്കാനുള്ള മനസ്സ് വരുന്നത്, നാം കൂടുതൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് അത് ഈ കൊറോണയും വെള്ളപ്പൊക്കമൊക്കെ വന്ന് നമുക്ക് മനസ്സിലായല്ലേ, ഓരോ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നത്. അടുത്തത്, ചില സന്ദർഭങ്ങളിൽ ആദിമ സഭയിലെന്ന പോലെ അതിൽ നിന്ന് നന്മ വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അതിൽ നിന്ന് നല്ലതൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്ന അവസരങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വാസം നിലനിർത്തുന്നതിന് ദൈവസ്നേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം വളരെ പ്രാധാന്യമായിരിക്കുന്നത്? ചില സമയങ്ങളിൽ നമുക്ക് തോന്നും, ഇങ്ങനെ പീഡനം വന്നിട്ട് ഒരു ഗുണവുമില്ല, ഈ പീഡനം വന്നിട്ടൊരു കാര്യവുമില്ല എന്ന് നമുക്ക് ആ ചിന്ത കൊണ്ടുവരുന്നത് സാത്താനാണ്. അപ്പോൾ ഒരിക്കലും ആ പീഡനം വരുമ്പോൾ നമ്മൾ താളടിയായി പോകാൻ പാടില്ല, നമ്മൾ പ്രത്യാശ കൈവിടാൻ പാടില്ല. ആ ആഴമേറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, ആ വാഗ്ദത്തങ്ങളിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാ പീഡനവും നമുക്ക് സഹിക്കുവാനും അതിനെ മറികടക്കുവാനും സാധിക്കും. നമ്മളിന്ന് മനപ്പാഠവാക്യത്തിൽ പഠിച്ചതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത് പോലെ തന്നെ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേടെ ഞങ്ങൾക്ക് പാഠം പഠിക്കുവാനിടയായി. കർത്താവേ, ആദിമ ക്രിസ്ത്യാനികൾ എത്രത്തോളം പീഡനം സഹിച്ചുവെങ്കിൽ തന്നെയും അവർക്ക് അനേകരെ ദൈവത്തിലേക്ക് നേടുവാൻ സാധിച്ചു കർത്താവേ. അതുപോലെ ഞങ്ങൾക്ക് ഇപ്പോൾ അത്രത്തോളം പീഡനമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ് കർത്താവേ. നന്നായി പ്രവർത്തിക്കുവാനും കർത്താവേ, ആ പ്രവർത്തനം വഴി കർത്താവ് അനേകരെ ദൈവത്തിലേക്ക് നേടുവാനോട് ഇടയാക്കണം. ചോദിച്ചൊലിവരും നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷാനിമിത്തം പ്രാർത്ഥനയ്ക്കുള്ളമാറാണ് സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.